സോ ഹലോ ഗേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വെച്ചാൽ നമ്മൾ ഓഫ് റോഡ് ടെസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഓഫ് റോഡ് ടെസ്റ്റ് കൊണ്ട് നമ്മൾ പാർട്ട് 3 ആണെന്ന് തോന്നുന്നത്. 3 അതെ 4 എന്തോ. അപ്പോൾ നമ്മൾ ഓഫ് റോഡ് ടെസ്റ്റ് കൊണ്ടുവന്നത് നമ്മളെ ജീപ്പിൻ്റെ റാംഗ്ലറാണ്. റാംഗ്ലർ റൂബിക്കോണാണ്, രണ്ടും ഒരുപോലെയാണ് കഴിച്ചിരിക്കുന്നത്. എനിക്കറിഞ്ഞൂടാ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഏത് വണ്ടിയാണെന്ന് കറക്റ്റ്. അപ്പം ഇത് വെച്ചാൽ നമ്മൾ ഫുൾ ഓഫ് റോഡ് ചെയ്യാൻ പോകണം. നമ്മൾ ഈസിയും ഹാർഡ് ലെവലുമാണ് നമ്മൾ ചെയ്യാൻ പോകണം. നമ്മൾ ട്രോപ്പിക്കലിൻ്റെ കൂടെ ഒന്ന് സെറ്റ് ചെയ്യും. ട്രോപ്പിക്കലിൻ്റെ ചെറുതായിട്ടൊക്കെ കുറച്ച് ഓഫ് റോഡ് കേക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണാൻ എല്ലാവരും പെട്ടെന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മൾ റോഡ് ടു 600 സബ്സ്ക്രൈബേഴ്സാണ്. പെട്ടെന്ന് തന്നെ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്ത് വെച്ചോ ഗെയ്സ്. അപ്പോൾ നിങ്ങൾ CPM കളിക്കുന്ന ഫ്രണ്ട്സിനും കൂടെ ഈ വീഡിയോ അയച്ചു കൊടുക്കണം, അവരും കാണട്ടെ നമ്മളെ വീഡിയോസൊക്കെ. അപ്പോൾ ഇനി നമുക്ക് നേരെ ഓഫ് റോഡ് ടെസ്റ്റിലോട്ട് കിടക്കാം. ഫസ്റ്റ് ഈസി ലെവൽ. അപ്പോൾ തുടങ്ങാം അല്ലേ ഗൈസ്? ഓഫ് റോഡ് ടെസ്റ്റ് സ്റ്റാർട്ടായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നീതി നമ്മൾ കണ്ടേ, ഇതാണ് നമ്മളെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഗൈസ്. ജീപ്പിൻ്റെ റൂബിക്കോൺ റാംഗ്ലറാണെന്ന് തോന്നണം. അപ്പോൾ അതിൻ്റെ ഇൻറ്റീരിയറാണ് ഗൈസ് ഇത്. ഇപ്പോൾ ഇത് കാണിച്ചില്ലെന്ന് വേണ്ട, അപ്പോൾ നമ്മൾ ഇത് നിങ്ങൾ കണ്ട് കാണല്ലോ. അപ്പോൾ ഇനി നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ഇൻറ്റീരിയർ അങ്ങനെ ഉണ്ടെന്ന് കമ്പനിയാണ്, കിടിലല്ലേ? അപ്പോൾ കുറച്ച് പവറൊക്കെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ വണ്ടി അങ്ങ് കളത്തിലോട്ട് എടുക്കാം. അപ്പോൾ വണ്ടി നേരെ ഇവിടെ തട്ടാതെ ഇറക്കണം. നമ്മളെന്തായാലും തട്ടി ഇതാക്കാനാണ് പോകണം. ഇവിടെ തട്ടാതെ കറക്റ്റ് നമ്മൾ ഓഫ് റോഡ് ടെസ്റ്റ് തുടങ്ങണം. ഇത് ഫസ്റ്റ് ഈസി ലെവലാണ് ഗൈസ്. നമ്മൾ ഇതൊക്കെ പോയി ജസ്റ്റ് ചെറിയൊരു ഒപ്റ്റിക്കൽസിൽ കയറി ഇങ്ങനെയൊക്കെ ഇറങ്ങി അങ്ങനെയൊക്കെ പറയാം. അപ്പം അങ്ങനെയാണ് ഇതിൽ. അപ്പം നേരെ ഇനി നമുക്ക് നേരെ ഇനി അങ്ങോട്ട് വിടാം. നമ്മുടെ കുറച്ച് ഈസിയാണ് ഗൈസ്. പിന്നെ ഇനി നമ്മൾ ഹാർഡ് തുടങ്ങണത്. ഇവിടെയൊക്കെ ജസ്റ്റ് ഈസി ലെവലാണ്. ഇതൊക്കെ നമ്മളെ റാംഗ്ലറിന് ഒരു കുഴപ്പമില്ല. അപ്പം ഇപ്പോൾ ഈ റാംഗ്ലറിന് പേരുണ്ടോ വേണ്ടത് നിങ്ങൾ പറയണം, അല്ലെങ്കിൽ നിങ്ങൾ പേര് കമൻറ്റ് ചെയ്യണം. ഇതിന് പറ്റിയൊരു പേര്, കിണ്ണം കാച്ചി പേര്, അത് ഇത്തിരി സ്റ്റൈലായിട്ടുള്ള പേരൊക്കെ പറയണം. നമ്മളെ ബൂം സ്റ്റാർ അതുപോലെയൊക്കെയുള്ള പേരാണ് പറയാനുള്ളത് കേട്ടോ. അപ്പം ഈ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ വെറുതെ ഈസി ലെവലാണ് ഗെയ്സ്. നമ്മളിതിൽ എങ്ങനെയൊക്കെ ഫസ്റ്റ് ചെയ്ത് നോക്കും. പക്ഷേ അതിന് നമ്മൾ ഈസി ലെവൽ വെച്ചില്ല, അതിൽ നേരെ ഹാർഡിലോട്ട് പോയി. ഇതിന് ജസ്റ്റ് ഈസി ലെവൽ വയ്ക്കാം. അന്ന് ഞാൻ തോന്നിയില്ല എനിക്ക് ഈസി ലെവൽ ഹാർഡ് ലെവലൊക്കെ വയ്ക്കണമെന്ന്. ഇന്ന് തോന്നി ഗെയ്സ്. അപ്പോൾ നമുക്ക് നേരിന് ഈസി ലെവലാണ്. ഇതൊന്നുമില്ലല്ലോ, ഇതൊക്കെ ജസ്റ്റ് വെറുതെയാണ്. ഇനിയാണ് നമ്മൾ ഹാർഡാണ് ഗൈസ് കാണാൻ കിടക്കണത്. ഇതൊക്കെ വെറുതെയാണ് ഗൈസ്. അപ്പം നമ്മൾ ഹാർഡ് ലെവലിൽ തുടങ്ങും. ഇപ്പം ഇതൊക്കെ നമ്മൾ ജസ്റ്റ് കൊള്ളാം, വേൾഡ് എൻഡായി. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട. വേൾഡൊക്കെ ഇടയ്ക്കിടയ്ക്ക് എൻഡാവും. ഇനി ഇതുവഴി നേരെ ഇനി കത്തിച്ചങ്ങോട്ട് വിടാം. ഇതിൽ എന്തരം ഡോറബിലിറ്റി ടെസ്റ്റൊക്കെ നടത്താം. തെറ്റിപ്പോയിട്ടുണ്ട്, ജസ്റ്റ് ക്ഷമിക്കണം. ഞാൻ മണ്ടേ കൊടുത്തേക്കാം. അപ്പം നേരെ ടെസ്റ്റ് നടത്താം. എന്തൊരു ടെസ്റ്റ് ആയാലും നടത്താം ഗൈസ്. വണ്ടിക്ക് എത്ര മാത്രം കരുത്തുണ്ടെന്ന് നമുക്കറിയാമല്ലോ, അറിയാൻ പറ്റുമല്ലോ. അപ്പം ഇനി നമുക്ക് ഹാർഡ് ലെവൽ തുടങ്ങാം. ഫസ്റ്റിൽ വണ്ടി ഒന്ന് തട്ടി ഇതായിട്ടുണ്ട്, അത് നമ്മൾ നോക്കണ്ട. വണ്ടി മാക്സിമം എന്തുമാത്രം വണ്ടി ഓടും എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം വീഡിയോ കാണാൻ തന്നെ പെട്ടെന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ 600 സബ്സ്ക്രൈബർ അടിക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളൊരു ദുബായിയുടെ വീഡിയോ ഇട്ടിരുന്നു, അത് ആരും കണ്ടത് പോലുമില്ല. പെട്ടെന്ന് എല്ലാവരും അതൊന്ന് സപ്പോർട്ട് ചെയ്യണം. അതിൽ 2 വരുന്നുണ്ട്, 2 ചെയ്യണതേ ഉള്ളൂ. അപ്പം എല്ലാവരും പെട്ടെന്നൊന്ന്, ഞാൻ ഒറ്റയ്ക്കാണ് ഗെയ്സ്, അത് 1 man ഷോ എന്ന് പറയാം ഗെയ്സ്. ഞാൻ ഒറ്റയ്ക്കാണ് ഫുള്ള് ചെയ്തത് ഗെയ്സ്, വേറെ ആരുമില്ല. നമ്മൾ ചെയ്ത് നോക്കിയതാണ് എങ്ങനെ ഉണ്ടെന്ന്. ഇങ്ങനെയൊക്കെ ജസ്റ്റൊക്കെ കറക്റ്റായി വന്നു ഗെയ്സ്. ഞാൻ ജസ്റ്റ് വെറുതെ ചെയ്തതാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടെന്നെല്ലാം കമൻറ്റൊക്കെ ചെയ്യണം. ആ വീഡിയോക്ക് സപ്പോർട്ടൊന്നുമില്ല അത്ര വലിയ. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബർ കുറവാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് തന്നെ 1K അടിപ്പിക്കണം. 1K അടിച്ചാൽ പിന്നെ നമുക്ക് ഗിവ് അവേ ഞാൻ ഉറപ്പായിട്ട് ഞാൻ വയ്ക്കും. ഞാൻ മിക്കവാറും കോയിൻ്റെ 500 5000 600 6000 കോയിൻസിൻ്റെ വണ്ടിയായിരിക്കും ഞാൻ ഗിവ് അവേ ചെയ്യാൻ പോകുന്നത്. ഗൈസ് നമ്മൾ പറഞ്ഞ് കാര്യം വിട്ടുപോയി. നമ്മൾ ഓഫ് റോഡിൻ്റെ, അപ്പോൾ നമ്മൾ ഇത്രയും ഹാർഡ് ലെവലൊക്കെ ഇറങ്ങി വന്ന് നിങ്ങളിപ്പോൾ കണ്ട ഞാൻ സംസാരിച്ച് പറയണ കാര്യമൊക്കെ ഞങ്ങൾ മറന്നു. അപ്പോൾ നമ്മൾ ഹാർഡ് ലെവലാണിത്. ഇതിൽ വണ്ടി ജസ്റ്റ് നല്ലോണം കയറി പോവേ തന്നെ. ഇപ്പോൾ ചാടി പറന്നൊക്കെയാണ് ഫുള്ള്. ഇത് വണ്ടി ഫുള്ള് പറക്കൊക്കെ ഒരുക്കും ഗൈസ്, വിചാരിക്കും പോലല്ല. വണ്ടി ഫുള്ള് പറന്നടിക്കൊക്കെ ഓടിക്കും. അപ്പോൾ ഇതെങ്ങനെ ഇനി ഗൈസ് ഇതുവഴിയൊക്കെ നേരെ കറക്റ്റ് കത്തിച്ച് വിടണം. ഇവിടെ കുറേ അടുത്ത് വേൾഡ് എൻഡ് അങ്ങനെ അങ്ങറ്റത്തൊക്കെ ഉണ്ട്. അവിടുത്തെ തിരിച്ച് സ്റ്റക്കാവുന്ന രീതിയിലാക്കിയിരുന്നെങ്കിൽ അത് പിന്നെ കൊള്ളായിരുന്നു ഗൈസ്. ഇതാണ് ഇത്തിരി ഹാർഡ് ലെവലായിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ. പക്ഷേ മറ്റേ വണ്ടിയൊക്കെ കൊണ്ടുവന്നപ്പോൾ ആ റൂട്ടിൽ കാണാൻ പോലും ഇപ്പോൾ അപ്ഡേറ്റ് ആയി. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ അപ്ഡേറ്റ് ആയപ്പോൾ കുറേ ബഗ് വന്നു. കുറേ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുറേ വന്ന്, കുറേ വണ്ടികളിലും എല്ലാത്തിലും വന്നു. എൻ്റെ ഏതോ ഒരു വണ്ടിയിൽ ബോഡി പാർട്ട് ആഡ് എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത് നിങ്ങളെ കണ്ടു കാണും.
മറ്റേ അത് കണ്ടെങ്കിൽ, അതായത് നമ്മളെ കാർ കളക്ഷൻ കണ്ടെങ്കിൽ കണ്ടു കാണും, അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴും അതിൻ്റെ അകത്തുണ്ട് നമ്മൾ ബഗ്ഗായത് എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഇനി നേരെ ഇവിടെ നിന്നൊക്കെ കറക്കി എടുക്കാം. അപ്പോഴും ഇനി ഇവിടെ നിന്നൊക്കെ ഓടിച്ചിട്ട് ഇവിടെ നിന്ന് തട്ടാതെ നമ്മൾ ഓഫ് റോഡ് മാത്രം മാക്സിമം ശ്രദ്ധിച്ച് വേണം വണ്ടി ഓടാൻ. വണ്ടി ഇതിലായിട്ടൊരു പ്രശ്നം സംഭവിച്ചില്ല. ഇനി എങ്ങനെയെന്ന് ലാസ്റ്റ് നമുക്ക് നോക്കാം എങ്ങനെയാവൂ എന്ന്. വണ്ടി ഫുള്ള് മറിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് വണ്ടിയുടെ കളർ ഇഷ്ടപ്പെട്ടു കമൻറ്റ് ചെയ്യണേ. ഈ കളർ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ ഇട്ടത്. അപ്പോൾ ഇതുപോലത്തെ വേറെ ഏതെങ്കിലും കളർ വണ്ടിക്ക് ചേരുമെങ്കിൽ അതും കൂടെ ഒന്ന് സജസ്റ്റ് ചെയ്യണം. അപ്പം ഇവിടെ നിന്ന് വണ്ടി ഒന്ന് കയറണില്ലല്ലോ വണ്ടി. ഗൈസ് അടി ബമ്പർ തട്ടി കേട്ടോ, ബമ്പർ തട്ടി. എന്തായാലും നമുക്ക് റിവേഴ്സ് എടുക്കാം, എങ്കിലേ വണ്ടി ഇനി ഇവിടെ നിന്ന് അനങ്ങോളൂ. എത്ര തിരിച്ചിട്ട് ഇത് പോകില്ല കേട്ടോ. റിവേഴ്സ് എടുക്കാം ഒന്നുകൂടെ. ഇതും പോകണില്ല. ഇനി ഒന്നും കൂടെ നമുക്ക് റിവേഴ്സ് എടുത്താൽ വണ്ടി കിണ്ണം കച്ചിട്ട് പോകും കേട്ടോ. വണ്ടി ജസ്റ്റ് ചരിച്ചിറക്കിയിരുന്നേ കറക്റ്റ് ഇറങ്ങിയത് ഫുള്ള് ചെളിയായിട്ടുണ്ട് കേട്ടോ. അതേ ഉള്ളൂ വേറെ പ്രശ്നം. ഇനി നേരെ ഒന്നും കൂടെ അങ്ങോട്ട് തുടങ്ങാം ഗൈസ്. നമുക്ക് അവിടുത്തെ മലയിലൊക്കെ കയറ്റാം, അതായത് ഇവിടുത്തെ ഈ പാറക്കുന്നിലും എല്ലായിടത്തും വണ്ടി കയറ്റാം. പിന്നെ ട്രോപ്പിക്കൽ ഐലൻഡിലുണ്ടെന്ന് തോന്നുന്നു, അത് 2-3 സ്ഥലം ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ അവിടെയും കൂടെ നമുക്ക് ടെസ്റ്റ് ചെയ്യണം. കണ്ടോ, വേൾഡിൻ്റെ അത് എനിക്കൊണ്ട് ബഗ്ഗാണ് കേട്ടോ. അവിടംവരല്ല, ഇനിയും കൂടുതലുണ്ട്. ഞാൻ ഇപ്പോൾ ഇപ്പുറത്തെ വശത്തോടെ കയറിയാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്നാണ് തോന്നുന്നത്. നോക്കട്ടെ യെസ്, ഇപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ വണ്ടി വീണ്. വണ്ടിയുടെ അടിവശമൊക്കെ ഫുള്ള് ഡീറ്റെയിലിങ് തന്നെ കേട്ടോ. അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞു ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യും, പെട്ടെന്ന് ചെയ്യണം. നമ്മൾ ലൈക്ക് വളരെ കുറവാണ്, വളരെ കുറവ്. അപ്പോൾ നേരെ ഇനി ഒന്നുകൂടെ വീട്ടിലോട്ട് ഞാൻ കുറേ നേരം കൊണ്ട് ഇത് പറയണം. അപ്പോൾ എല്ലാവർക്കും മടുക്കില്ല. ഇനി ഞാൻ എന്തായാലും പറയണില്ല. അപ്പോൾ ഇതുവഴിയൊക്കെ കൊണ്ടുപോകാം ഗൈസ്. ഇനി വേറെ എവിടെ ഉണ്ട്? ഇനി ഇതുവഴിയൊക്കെ ഫുൾ നമ്മൾ പാറക്കുന്നിലും എല്ലായിടത്തും കയറ്റിയാണ്. ഇത് മാക്സിമം ഇങ്ങനെ 10-12 മിനിറ്റ് കാണും മിക്കവാറും വീഡിയോ. അപ്പോൾ എല്ലാവരും കട്ട സപ്പോർട്ടൊക്കെ ചെയ്യണം. ഇതുപോലെ CPM ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണം. നമുക്ക് കട്ട സപ്പോർട്ടൊക്കെ വേണം എല്ലാവരും. അപ്പം നമുക്ക് നേരെ ഇനി ഇവിടെയൊക്കെ കയറ്റാം. ഗൈസ് ഇവിടെ വേൾഡ് ആയില്ല, ഞാൻ വിചാരിച്ചു വേൾഡ് ആയിന്ന്. ഇവിടെയൊക്കെ വണ്ടി കിണ്ണം കച്ചിട്ട് പോകണം. വണ്ടിക്ക് ഒന്നും പറ്റിയെന്നാണ് എനിക്ക് തോന്നണം. ഇവിടെയൊക്കെ ജസ്റ്റ് വണ്ടി വലിവ് കുറഞ്ഞു കേട്ടോ, അതായത് വണ്ടി കയറണില്ല, അത്യാവശ്യം സ്പീഡ് കുറഞ്ഞു. അത് ഒത്തിരി പ്രശ്നമാണ്. ഇവിടെയൊക്കെ സ്മൂത്തായിട്ട് വണ്ടി പോകണം കേട്ടോ. പിന്നെ വണ്ടിക്ക് അതൊക്കെ ഒന്നും പറ്റിയില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ലാസ്റ്റ് നമുക്ക് ടെസ്റ്റ് കഴിഞ്ഞ് നിന്ന് നോക്കാം. ഗൈസ് ഇപ്പോൾ 6:30 മണിലൊക്കെ കയറി ഇറങ്ങാൻ വണ്ടിക്ക് ഇത്തിരി ടാസ്ക്കാണ് കേട്ടോ, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ കുറച്ച് ഷോർട്ടാക്കിക്കൊണ്ട് വരികയാണ്. അതായത് വീഡിയോ ഭയങ്കര ലോങ് ആയിപ്പോയി, അതുകൊണ്ട് കുറച്ച് ഷോർട്ടാക്കി നമ്മൾ. അപ്പം എല്ലാവരും കുറച്ചല്ലേ കാണുള്ളൂ, നമ്മൾ 10 മിനിറ്റ് കൂടുതൽ വേണ്ടല്ലോ. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ കാണുക. അപ്പോൾ ഇവിടെ വേൾഡ് എൻഡാണെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും അങ്ങോട്ട് പോകണില്ല. എനിക്ക് വയ്യ, ഇനി വേൾഡ് എൻഡായിട്ട് ഇനി വീണ്ടും താഴേന്ന് പറഞ്ഞു. ഇവിടെ നിന്നാകുമ്പോൾ കറക്റ്റ് ഇങ്ങനെ ഗൈസ് വണ്ടി കറങ്ങി അടിക്കണം. ഈ വണ്ടിയുടെ മണ്ടയിരിക്കണ സാധനം കൊള്ളാമോ? അതായത് നമ്മൾ ഇത് എന്തായിരുന്നു പറയാൻ അതിൻ്റെ അത് എന്തിനാണ്, റാഫ്റ്റല്ലേ എൻ്റെ പേര്, റാഫ്റ്റാണെന്നാണ് തോന്നുന്നത്. ഇത് കൊള്ളാമോ? അതേ ആ ബൈക്ക് വേണോ? അതേ വണ്ടിയിലൊന്നും വേണ്ടേ? നിങ്ങൾ കമൻറ്റ് ചെയ്യും വണ്ടിയുടെ ബാക്കിൽ എങ്ങനെ വേണം. ഇവിടെ ബഗ് ഫ്രണ്ട് ഇടിച്ചിട്ടുണ്ടേ ഗൈസ്. ഫ്രണ്ട് ലിസ്റ്റഡ് വണ്ണേ, ഫ്രണ്ട് ഇടിച്ച് അത് സെറ്റായി. വണ്ടി ഇപ്പോഴാണ് ഇടിച്ചത്. ഇത്രയും നേരിട്ട് വണ്ടിക്ക് ഒരു ഡാമേജും ഇല്ല, ഇപ്പോൾ കുറച്ച് ഡാമേജെങ്കിലും ആയി. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഡാമേജിൻ്റെ ഇത് ഓണാക്കിയിട്ടുണ്ട്, പക്ഷേ ഞാൻ ഡാമേജിൻ്റെ പൈസയെ കൊടുത്തിട്ടില്ല. നിങ്ങൾ അതിന് വിഷമിക്കേണ്ട, ഞാൻ ഒന്നും ചെയ്യത്തില്ല. ഞാൻ വേറെ ഒന്നും ഞാൻ ഇതിൻ്റെ അത് ചെയ്തിട്ടില്ല ഗെയിമിൻ്റെ അകത്ത്. ഇപ്പോൾ കുറച്ച് സമയം കയറാറില്ല ഗെയിമിൻ്റെ അകത്ത്. കണ്ട ഇവിടെ അടുത്ത ബഗ്ഗേ ഇത് കണ്ട ഇതിൻ്റെ അടിയിൽ കണ്ട അത് കുറേ ബഗ് അപ്ഡേറ്റിന് ശേഷം ഇങ്ങനെ മരത്തെ ഇടിച്ചത് കൊള്ളാം. അപ്പോൾ ഇനി ഇവിടെ നിന്നൊക്കെ കയറ്റി ഇറക്കി സെറ്റാക്കണം. ഈ വണ്ടി ഇതിലായിട്ട് ഒരു കുഴപ്പമില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇത് നല്ല സ്പീഡുണ്ട്, 1000 സംതിങ് സ്പീഡുണ്ട് ഇതിന്. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് കണക്ക് കൂട്ടണം. അതുകൊണ്ടാണ് എന്തോ എനിക്ക് ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് ഒന്നും പറ്റാതിരിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ നമുക്കത് ഇതുവഴിയൊക്കെ ഓഫ് റോഡ് ടെസ്റ്റ് ഇവിടെ വെച്ച് നിർത്താം ഗൈസ്. നമുക്ക് സൈഡിൽ കൊണ്ട് ഒതുക്കാം. ഇനി നമുക്ക് വണ്ടിക്ക് എന്തൊക്കെ പറ്റിയെന്ന് നോക്കാം, എന്തൊക്കെ സംഭവിച്ച് നോക്കാം ഗൈസ്. ഫസ്റ്റ് വണ്ണെന്ന് വെച്ചാൽ ഫ്രണ്ട് ബമ്പറിൻ്റെ അവിടെ ചളങ്ങി ഗൈസ്. ഇവിടുത്തെ ഇപ്പോൾ കണ്ടാൽ ഇവിടെ ബമ്പറിൻ്റെ അവിടെ ചളങ്ങിയിരിക്കണം. അടുത്ത ബാക്കിൽ എന്താണ് അവസ്ഥ ഇല്ലേ? ബാക്കിൽ നെക്സ്റ്റ് വൺ ഫ്രണ്ട് സൈഡ്. ഗൈസ് ഇപ്പർ സൈഡും ചളങ്ങിയിട്ടുണ്ട് കേട്ടോ, മണ്ടയിലൊന്നും ചളങ്ങിയില്ല ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ, നമ്മളൊരു ഓഫ് റോഡ് ടെസ്റ്റ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് പാർട്ട് 3 ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ. അപ്പോൾ നമുക്ക് വേറെ വീഡിയോ കാണാനൊക്കെ ബൈ.